വെൽക്കം ടു റോഡ് ടു ഹെവൻ. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ കായലിന് നടുക്കിലൂടെയുള്ള സ്ട്രെയിറ്റ് റോഡാണ്. ഇത് അറിയപ്പെടുന്നത് റോഡ് ടു ഹെവൻ, സ്വർഗത്തിലേക്കുള്ള വഴി. കണ്ടാലും അങ്ങനെ വെള്ളത്തും വലത്തും ഇപ്പോൾ വെള്ളം ഇറങ്ങിയിരിക്കുന്ന സമയം രാവിലെ വന്ന് അവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. ഇവിടെയാണെന്ന് രാവിലെ മാപ്പിൽ കാണിച്ചത് ഫ്ലഡഡ് റോഡ്. ഇത് നല്ലോണം കേട്ടത് 2 വരെ ഉണ്ട്. അറ്റം വരെ ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റർ. വ്യൂ പോയിന്റ് 3 കിലോമീറ്റേഴ്സ്. വ്യൂ പോയിന്റ് നമ്പർ 5. ഇവിടെ ബേർഡ്സിനെ അത്ര കാണാമല്ലോ. ഇവിടെ കുറച്ച് പോയാൽ കഴിയും. Super view on a road to heaven, no doubt why the name came. വിശാഖം കഴിക്കണ്ട, ഇങ്ങനെയാണോ മണം കണ്ടത്? ആൾക്കാർ വണ്ടി നിർത്തി കാണുന്നത് ഫോട്ടോ എടുക്കാനൊക്കെ ഇതൊരു വ്യൂ പോയിന്റ് ആണ്. കണ്ടില്ലേ അവിടെ കുറച്ചുകൂടി വലിയ 2 കിലോമീറ്റേഴ്സ് ആണ് അവിടെ വ്യൂ പോയിന്റ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പറക്കണ പക്ഷികളില്ല. I said Andhra Pradesh. Supposed to say for G. I said Hong Kong. Oh right. Can I see what in Hindi? Oh right, that means ASS. What does what mean? ഇവിടെ ഇറങ്ങി നോക്കിയാലും അത് നിർത്താൻ പറ്റില്ല ഇവിടെ അല്ലേ? Just want to know the depth of this one. ഫ്ലമിംഗോ ബേർഡ്, വേശാടന പക്ഷിയാണ്. ഇവിടെ വന്ന് ഈ സീസണിൽ ഇവിടെ വന്നില്ല. വൈറ്റ് റെഗിസ്ഥാൻ. കച്ചിലെ വൈറ്റ് ഡെസേർട്ട്, റൺ ഓഫ് കച്ച് എന്നാണ് ഗുജറാത്തിൽ പറയുക. ഉപ്പ് നിറഞ്ഞു കിടക്കുന്ന ഒരു മരുഭൂമി. ഈ മരുഭൂമിയുടെ ആ അറ്റത്ത് എത്തുമ്പോഴേക്കും പാകിസ്ഥാനായി, ഇന്ത്യ ബോർഡറായി. അതിവിടെ നിന്ന് കുറേ ദൂരെ ഒരു ഹൊറൈസൺ പോലെ കാണാം. പക്ഷേ പരന്ന് കിടക്കുന്ന ഒരു മരുഭൂമി. ടോട്ടലി വൈറ്റ്, സാൻഡ് അല്ല, സോൾട്ട്. പ്രോപ്പർ ഉപ്പ് തന്നെയാണ്. നടക്കുമ്പോഴൊക്കെ വഴിക്ക് വീഴും. വൈശാഖ് പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. വഴുക്കണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ വീഴും.
this is slowly turning. Look at paragliding. Yeah, I used it on cleaning wine and acting shoe which are dirty. Can we go for paraglide? ഇവിടെ ഒരു ഡിന്നറിന്റെ സ്ഥലം